അധ്യായം 47. ഈശാന ശിവഭട്ടർ. കുന്തവയെ കണ്ട ശേഷം ആഴ്വാർക്കടിയാൻ തൻ്റെ സഹോദരൻ ഈശാന ഭട്ടരുടെ വീട്ടിലേക്ക് നടന്നു. ഭട്ടരുടെ പത്നിക്ക് തിരുമലയെ വളരെ ഇഷ്ടമാണ്. നാടു ചുറ്റുന്ന നമ്പി ഓരോ യാത്ര കഴിഞ്ഞു വരുമ്പോഴും വിശേഷങ്ങളെല്ലാം അവരോട് വിസ്തരിച്ചു പറയും. കുട്ടികളില്ലാത്ത ആ ദമ്പതികൾക്ക് അവൻ വരുമ്പോൾ എപ്പോഴും സന്തോഷമാണ്. അവരുടെ വീട് വടതളി ക്ഷേത്രത്തിൻ്റെ പിറകിലായിരുന്നു. ക്ഷേത്രം ചോളമാളികയിൽ നിന്നും അരക്കാതം ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്പി ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും ഇരുട്ടി തുടങ്ങി. ശൈവസന്യാസിയായ അപ്പർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പാടിയിട്ടുണ്ട്. മുൻപ് ഈ ക്ഷേത്രത്തിനു ചുറ്റും ജൈനമതക്കാരുടെ മുഴകൾ എന്നറിയപ്പെടുന്ന കൃത്രിമ കുന്നുകളായിരുന്നു. ഈ കുന്നുകൾ തുറന്ന് ഗുഹകളുണ്ടാക്കി ജൈന സന്യാസിമാർ ഗുഹകളിൽ വിവസ്ത്രരായി തപസ്സനുഷ്ഠിച്ചിരുന്നു. പണ്ട് ഈ ചെറിയ ശിവക്ഷേത്രം ഇത്തരം മുഴകൾ കൊണ്ട് മറഞ്ഞ നിലയിലായിരുന്നു. അപ്പർ മുൻകൈയെടുത്ത് പല്ലവ സാമ്രാജ്യത്തിലെ പ്രതിനിധിയായി അവിടം ഭരിച്ചിരുന്ന ചിറ്റരജനോട് പറഞ്ഞ് മുൻവശത്തെ കുറേ മുഴകൾ ഇടിച്ചു നിരത്തിച്ചു. ക്ഷേത്രം പുറത്തുനിന്ന് കാണാവുന്ന രീതിയിലാക്കി. പിൽക്കാലത്ത് വന്ന ചോള രാജാക്കന്മാർ ക്ഷേത്രം കരിങ്കല്ലിൽ പുതുക്കി പണിതു. ജൈനമതം പാടെ ഇല്ലാതായി പോയെങ്കിലും കുറച്ചു മുഴകൾ ക്ഷേത്രത്തിനടുത്ത് ബാക്കിയുണ്ടായിരുന്നു. ക്ഷേത്രം ചുറ്റി വളഞ്ഞു പോയാൽ ദൂരം കൂടുതലുള്ളതിനാൽ തിരുമല സാധാരണ ഗോപുരത്തിലൂടെയാണ് തൻ്റെ സഹോദരന്റെ വീട്ടിൽ പോവാറ്. അന്ന് ഗോപുരം കടക്കവേ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കുറച്ചു പേർ നിൽക്കുന്നുണ്ടായിരുന്നു. വേഷവിധാനങ്ങളിൽ നിന്നും അവർ അന്ന് വീതിയിൽ കണ്ട ഏതോ നാടക സംഘമാണെന്ന് തോന്നി. ആ സമയം ക്ഷേത്രത്തിൽ നിന്നും ഈശാന ഭട്ടർ വെളിയിൽ വന്നു. നമ്പിയുടെ കൈപിടിച്ചു വലിച്ച് ഗോപുരത്തിന് വെളിയിൽ കൊണ്ടുവന്നു. ചേട്ടാ, എന്താ ഇത് എന്ന് ചോദിച്ച ആഴ്വാർക്കടിയനോട് പതിവില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ സഹോദരൻ കയർത്തു. ഇനി നമ്മുടെ ബന്ധമെല്ലാം ക്ഷേത്രത്തിനു പുറത്തു മതി. ഇന്നു നീ വലിയ റാണിയുടെ അരമനയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിനക്ക് പോകാൻ ശിവക്ഷേത്രം വേണം അല്ലേ? വീട്ടിൽ ചെന്ന് വയറ് നിറച്ചു പൊക്കോ. പക്ഷെ ഇനി മേലിൽ നീ മതിൽക്കകത്ത് കാലുകുത്തരുത്. തിരുമലയുടെ കഴുത്തു പിടിച്ചു തള്ളി വെളിയിലാക്കി ക്ഷേത്ര ഗോപുരത്തിന്റെ വാതിൽ അദ്ദേഹം അടച്ചു. ഓ, അങ്ങനെയാണോ എന്ന് മെല്ലെ പറഞ്ഞുകൊണ്ട് നമ്പി അവിടെയൊക്കെ കുറച്ചു നേരം ചുറ്റിപ്പറ്റി നിന്നു. അവിടെ ഉണ്ടായിരുന്ന മുഴകളുടെ അടുത്തെല്ലാം ചെന്ന് സസൂക്ഷ്മം പരിശോധിച്ചു. പിന്നീട് അമ്പലം ചുറ്റി നേരെ ഭട്ടരുടെ വീട്ടിലെത്തി. ഭട്ടരുടെ ഭാര്യയോട് കുറേ നേരം കുശലപ്രശ്നം നടത്തി. ആഹാരവും കഴിച്ച് തിണ്ണയിൽ പോയി പായ വിരിച്ചുറങ്ങാൻ കിടന്നു. കിടന്ന ഉടൻ തലേ ദിവസം കുടമുരുട്ടി നദിയുടെ കരയിൽ വെച്ച് താൻ കണ്ട ഒരു ദൃശ്യം അവന് ഓർമ്മ വന്നു. കുറേ കുതിരകൾ വരുന്ന ശബ്ദം കേട്ട് നമ്പി ഒരു മുളങ്കാട്ടിലേക്ക് മാറി നിന്നു. ആദ്യത്തെ കുതിര വളരെ വേഗം ഓടുകയായിരുന്നു. അതിൻ്റെ പുറത്ത് ചെറുപ്രായക്കാരനായ ഒരു പയ്യൻ ഇരുന്നിരുന്നു. അവനെ കുതിരയോട് ചേർത്ത് കെട്ടിയിരിക്കുകയായിരുന്നു. അവനും കുതിരയും നല്ലപോലെ നനഞ്ഞിരുന്നു. ആയുധധാരികളായ 4-5 പേർ കുതിരപ്പുറത്ത് അവനെ പിന്തുടർന്നു. കുതിരയിൽ നിന്ന് തന്നെ തന്റെ വേൽ ആ പയ്യന്റെ പുറത്ത് എറിയാൻ ശ്രമിച്ച ഒരുവനെ ഭാഗ്യത്തിന് വേറൊരുവൻ തടഞ്ഞു. മുളങ്കാട്ടിൽ താഴെ വന്നിരിക്കുന്ന ഒരു മുളങ്കൊമ്പിൽ ആ പയ്യന്റെ തലമുടി ഉടക്കി. പിറകെ വന്നവർ ഉടനെ അവന്റെ കുതിരയെ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ അവന് അപകടം സംഭവിച്ചേനെ. ആ പയ്യന്റെ മുഖം കണ്ടതും അവർക്ക് അത്ഭുതവും കോപവും വന്നു. അവനെവിടെ എന്ന് ഇടയ്ക്കിടെ അവനോട് അവർ ചോദിക്കുന്നത് കേട്ടു. പയ്യൻ കരഞ്ഞുകൊണ്ട് അവൻ വെള്ളത്തിൽ വീണ് ആറ്റിൽ ഒലിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കരഞ്ഞു. പിന്നീട് അവർ അവനെയും കുതിരയെയും തങ്ങളുടെ കൂടെ കൊണ്ടുപോയി. ആ സംഭവത്തിന്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ അവന് മനസ്സിലായിരുന്നില്ല. ഇപ്പോൾ അത് കുറേശ്ശെ മനസ്സിലാവുന്നുണ്ടോ എന്നൊരു സംശയം. അർദ്ധയാമ പൂജ കഴിഞ്ഞ ഭട്ടർ വീട്ടിലെത്തി. ഭാര്യയുമായി എന്തോ വഴക്ക് കൂടുന്നത് നമ്പി കേട്ടു. അത് തന്നെക്കുറിച്ചായിരിക്കും എന്നവനറിയാമായിരുന്നു. നേരം പുലർന്നതും നമ്പിയെ കണ്ട് ഭട്ടർ ചോദിച്ചു, ഇനി അടുത്ത ഊരുചുറ്റൽ എപ്പോഴാ? താങ്കളുടെ ദേഷ്യം തീർന്നിട്ടേ പോകൂ ചേട്ടാ. ഭട്ടർക്ക് വീണ്ടും ദേഷ്യം പിടിച്ചു. ഇനി നീ എന്നെ ചേട്ടാ എന്ന് വിളിക്കരുത്. ഇന്നലത്തെ പെരുമാറ്റം കൊണ്ട് ഞാൻ എല്ലാം അവസാനിപ്പിച്ചു. നീ ശിവവിദ്വേഷിയാണ്, ചണ്ഡാലനാണ്. അപ്പോഴേക്കും ഭട്ടരുടെ ഭാര്യ അവിടെ ഓടി വന്നു. അവൻ പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറയാറുള്ളത്? അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുകയല്ലേ പതിവ്? ഇന്നെന്താ ഇത്ര ദേഷ്യം? ശിവഭക്തി തലയ്ക്ക് പിടിച്ചോ? നീ മിണ്ടാതിരിക്ക്, ഭട്ടർ പറഞ്ഞു. ഇവൻ രാമേശ്വരത്തോട്ട് പോട്ടെ. രാമൻ പൂജിച്ച ശിവനെ ഇവൻ ചെന്ന് വണങ്ങിയാലേ ഇവന്റെ പാപങ്ങൾ തീരൂ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയി. പ്രഭാത പൂജ കഴിഞ്ഞ് തിരിച്ചു വന്ന ഭട്ടർ അല്പം ശാന്തനായി കാണപ്പെട്ടു. അദ്ദേഹം നമ്പിയോട് പറഞ്ഞു, രാവിലെ ഞാൻ സംസാരിച്ചത് അല്പം അതിരുകടന്നു പോയി എന്നെനിക്ക് മനസ്സിലായി. നീ എങ്ങും പോകണ്ട, ഇവിടെ തന്നെ ഇരിക്കെ. അടുത്ത പൂജ കഴിഞ്ഞ് വരാം. നിന്നോട് ചില കാര്യങ്ങൾ അഭിപ്രായം ചോദിക്കാനുണ്ട്. ഓഹോ, അതാണ് വിഷയം, തിരുമല നമ്പി മനസ്സിൽ ചിന്തിച്ചു. ഈശാന ഭട്ടർ പോയി കുറച്ചു സമയം കഴിഞ്ഞെങ്കിലും ആഴ്വാർക്കടിയാൻ ആരോടും പറയാതെ മെല്ലെ പുറത്തിറങ്ങി. ഒരു ജൈനമുഴയുടെ അടുക്കൽ പതുങ്ങിയിരുന്നു. അവന്റെ അനുമാനം തെറ്റിയില്ല. മുഴയുടെ വാതിൽ മെല്ലെ തുറന്നു വന്നു. 2 പേർ പുറത്തേക്ക്.
ഒരാൾ ഈശാന ഭട്ടറായിരുന്നു. മറ്റേയാൾ ധരിച്ചിരുന്ന വസ്ത്രം കണ്ട് താൻ തലേ ദിവസം കണ്ട കംസവേഷക്കാരനാണോ എന്ന് നമ്പി സംശയിക്കുകയുണ്ടായി. രണ്ടുപേരും ഒരു മുഴയുടെ പിറകിലുള്ള തോണി കടവിലേക്ക് നടന്നു. അവിടെ ഒരു തോണിയും തോണിക്കാരനും അവരെ പ്രതീക്ഷിച്ച് നിൽപ്പുണ്ടായിരുന്നു. തോണി കണ്ടിട്ട് രാജകുടുംബത്തിലെ ഉല്ലാസ തോണി പോലെ തോന്നിച്ചു. രണ്ടുപേരും തോണിയിൽ കയറിയിരുന്നു. തോണി പുറപ്പെട്ടു. തോണി ഒരു വളവ് തിരിഞ്ഞപ്പോൾ നമ്പി ഭട്ടരുടെ കൂടെയുള്ള ആളുടെ മുഖം വ്യക്തമായി കണ്ടു. ഇതവൻ തന്നെ, വീരനാരായണപുരത്ത് താൻ പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ, നാടകസംഘത്തിൽ തന്നെ കളിയാക്കിയ കംസവേഷക്കാരൻ, ഇന്നലെ പറ അറിയിക്കപ്പെട്ട ശത്രുരാജ്യത്തെ